വെൽക്കം ടു ഫോട്ടോവൈറ്റ് ചാനൽ. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ പല അക്ഷരങ്ങളിൽ തുടങ്ങുന്ന പദങ്ങൾ കണ്ടു. അവസാനമായി കണ്ടത് എം ആണ്. ഇന്ന് എൻ ഒ എന്ന രണ്ട് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഫോട്ടോഗ്രാഫി വാക്കുകളാണ് പരിചയപ്പെടുത്തുന്നത്. ഫസ്റ്റ് വേർഡ് ഇൻ എൻ ഈസ് നിക്കാഡ്, NICAD. ഇതൊരു നിക്കൽ കാഡ്മിയം ബാറ്ററി എന്നുള്ളതിൻ്റെ ചുരുക്കപ്പേരാണ്. സാധാരണമായി ഫ്ലാഷുകളിലൊക്കെ നമ്മൾ റീചാർജ് ചെയ്യാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററികൾ ഈ തരത്തിൽപ്പെട്ടതാണ്. നിക്കൽ കാഡ്മിയം നിക്കാഡ്. നെക്സ്റ്റ് വേർഡ് ഇസ് NIMH, നിക്കൽ മെറ്റൽ ഹൈഡ്രേറ്റഡ് ബാറ്ററി. ഇത് സാധാരണ ഒരു നിക്കൽ കാഡ്മിയം ബാറ്ററിയെ കാട്ടിലും കൂടുതൽ കാര്യക്ഷമതയുള്ളതും പരിസ്ഥിതി മലിനീകരണം വളരെ കുറവുള്ളതും. NIMH. അടുത്ത വാക്ക് നോയ്സ്. പൊതുവെ നോയ്സിന് ശബ്ദമെന്നാണ് അർത്ഥമെങ്കിലും ഫോട്ടോഗ്രാഫിയിൽ ഇത് ഇമേജുകൾക്കുണ്ടാകുന്ന ഒരു വൈകല്യമാണ്. സാധാരണഗതിയിൽ ഫിലിം ഉപയോഗിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിയിൽ നമ്മൾ ഗ്രെയിൻസ് എന്ന് പറയും. അതിന് തുല്യമായ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിയിലെ വൈകല്യത്തിനാണ് നോയ്സ് എന്ന് പറയും. എന്നിലെ അവസാന വാക്ക് നോർമൽ ഫോക്കൽ ലെങ്ത് ലെൻസ് അല്ലെങ്കിൽ നോർമൽ ലെൻസ്. ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് നമ്മൾ കാണുന്ന ദൂരത്തിൽ ഒബ്ജക്റ്റുകളെ മാർക്ക് ചെയ്യുന്ന തരത്തിലുള്ള ലെൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ 35mm ഫോട്ടോഗ്രാഫിയിൽ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 50 mm ആണ്, 5 cm. ഈ തരത്തിലുള്ള ലെൻസുകളെയാണ് നോർമൽ ഫോക്കൽ ലെങ്ത് ലെൻസ് എന്ന് പറയുക. വി ഷിഫ്റ്റ് ടു O. The first word in O is open up. ഇതിന് ലിറ്ററേച്ചറിൽ ഉള്ള അർത്ഥമല്ല, ഫോട്ടോഗ്രാഫിയിൽ അപ്പർച്ചർ ഡയഫ്രത്തിൻ്റെ അളവ് വലുതാക്കുക എന്ന് വെച്ചാൽ കൂടുതൽ ലൈറ്റ് നമ്മുടെ സെൻസറിലേക്ക് കടത്തിവിടാനായി അപ്പർച്ചറിനെ തയ്യാറാക്കുന്നതിനാണ് ഓപ്പൺ അപ്പ് എന്ന് പറയുന്നത്. ഇത് വലുതാക്കുന്നതിനാണ്, ചെറുതാക്കുന്നതിന് ഷട്ട് ഡൗൺ എന്നും പറയും. നെക്സ്റ്റ് വേർഡ് ഇസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇത് കമ്പ്യൂട്ടറിലാണ് കൂടുതൽ നമുക്ക് പരിചയം. ഡിജിറ്റൽ ക്യാമറകളുടെയോ കമ്പ്യൂട്ടറുകളുടെയോ പ്രവർത്തനം നിയന്ത്രിക്കുന്ന പ്രോഗ്രാം. അത് നമ്മളിപ്പോൾ പറയും വിൻഡോസ് ആണ്, മാക് ആണ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. തേർഡ് വേർഡ് ഇൻ O is ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ. ഇതിപ്പോൾ കാലഹരണപ്പെടുന്ന ഒരു പദമാണ്. കാരണം മിറർലെസ് ക്യാമറ വന്നതോടുകൂടി ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ ഇല്ലാതെയായി. ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് പാത്ത് തന്നെ ഒരു മിററും പ്രിസവും ഉപയോഗിച്ച് ചിത്രമെടുക്കാത്ത സമയത്ത് നമ്മളുടെ കണ്ണിലേക്ക് പ്രകാശം എത്തിക്കുന്ന ആ വ്യൂ ഫൈൻഡർ ആയിരുന്നു ഒപ്റ്റിക്കൽ വ്യൂ ഫൈൻഡർ. ഇപ്പോൾ അങ്ങനെയില്ല, പ്രോസസ്ഡ് ഇമേജ് ആണ് നമ്മൾ വ്യൂ ഫൈൻഡറിൽ നോക്കിയാലും കാണുന്നത്, LCD പാനലിലും കാണുന്നത്. വേർഡ് ഈസ് ഒപ്റ്റിക്കൽ സൂം. ലെൻസുകളിലെ ഒരു പദമാണ്. അതായത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് മാറ്റി ഇമേജിനെ വലുതാക്കുകയോ ചെറുതാക്കുകയോ ഒക്കെ ചെയ്യുന്നതിനാണ് ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുക. ഡിജിറ്റൽ സൂം ഈസ് ഡിഫറെൻറ്റ്. അത് ഇമേജിൻ്റെ നടുക്ക് ഭാഗം മാത്രമായിട്ട് കാണിക്കുന്ന ഒരു സംവിധാനമാണ്. അതിൽ പിക്ചറിൻ്റെ ഇമേജ് ക്വാളിറ്റി നഷ്ടപ്പെടും. ഈ ഒപ്റ്റിക്കൽ സൂമിൽ ക്വാളിറ്റിയെ നഷ്ടപ്പെടുന്നില്ല. യഥാർത്ഥ പ്രകാശം തന്നെയാണ് മുഴുവൻ ഒബ്ജക്റ്റിനെയും ലൈറ്റ് അപ്പ് ചെയ്യുന്നത്. ഓവർ എക്സ്പോഷർ. നമുക്കറിയാം, കൃത്യമായ അളവിലുള്ള പ്രകാശം ഇമേജ് സെൻസറിൽ വീണാലേ നമുക്ക് നല്ല ഇമേജുകൾ കിട്ടും. ആവശ്യമുള്ളതിലും കൂടുതൽ പ്രകാശം ഇമേജ് സെൻസറിൽ പതിക്കുന്ന ആ തരത്തിലുള്ള ഇമേജുകളാണ് ഓവർ എക്സ്പോസ് ഇമേജ് എന്നറിയപ്പെടുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് NO എന്ന രണ്ട് അക്ഷരങ്ങളിൽ തുടങ്ങുന്ന ഫോട്ടോഗ്രാഫി പദങ്ങളാണ്. അടുത്ത ആഴ്ച P എന്ന Pയിൽ ധാരാളം വാക്കുകളുണ്ട്. P എന്ന ലെറ്ററിൽ തുടങ്ങുന്ന ഫോട്ടോഗ്രാഫി പദങ്ങൾ പരിചയപ്പെടുത്തുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഫോട്ടോവൈറ്റ് എന്ന മലയാളത്തിൽ പ്രസിദ്ധീകരിക്കപ്പെടുന്ന 28 വർഷമായി തുടർച്ചയായി പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു മാഗസിനുണ്ട്. അതിൽ വരിക്കാരാകാം. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചിട്ടുള്ള അറിവ് ഇപ്പോഴത്തെ കാലത്ത് മൊബൈൽ ഫോണുകളിൽ എല്ലാവരും ചിത്രമെടുക്കുന്ന ആ അവസരത്തിൽ വളരെ പ്രയോജനകരമായ ഫോട്ടോഗ്രാഫി ടിപ്പുകൾ നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം P എന്ന വാക്കുകളുമായി വരുന്നു. അതുവരെ ഗുഡ് ബൈ.